അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ ഇല്ലാ കരിഹ മിൻഹാ ഇൻ കരിഹ മിൻഹാ ഖുൽഖൻ റളിയ മിൻഹാ ആഖർ. ഒരു മുഅ്മിനായ ഒരു ഭർത്താവ് മുഅ്മിനത്തായ ഒരു ഭാര്യയായിട്ട് ഒരിക്കലും ദ്വേഷിക്കോ തീര, ഹർസബറോ തീര. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ. ഒരുവേള അവൾ ഒരു സ്വഭാവത്തിൽ അവന് വെറുപ്പുണ്ടായെങ്കിലും ഇന്നൊരു സ്വഭാവത്തിൽ കൂടെ അവൻ്റെ തൃപ്തിപ്പെടുത്തുവാൾ, അഥവാ അവളുടെ വേറെ സ്വഭാവം അവൻ്റെ തൃപ്തിപ്പെടുത്തുന്ന പോലത്തെ വേറെ സ്വഭാവം അവളിൽ ഉണ്ട്, അങ്ങനത്തെ ഗുണം ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. അപ്പോൾ പെഞ്ഞൈമാരിൽ നിന്നിട്ട് അവിടെ തപ്പു, അതിലുമേ വലിയ വിഷയമാക്കിയിട്ട് റദ്ദാന്താക്കടെ റംപാട്ടാക്കടെ ആൾമാരുള്ളാറ് അങ്കൊരു ഉപദേശമായിട്ടിക്കിട്. തപ്പ് എല്ലാം ഉണ്ടാവാം, മനുഷ്യ ചെല്ലുമ്പോൾ തപ്പ് ഉണ്ടാവത്തങ്ങ ആരില്ല. ഇവിടെ കംപ്ലീറ്റ് മാനായിട്ട് ആരും ഇല്ലല്ലേ. അമ്പിയ മുർസലിങ്ങ അങ്ങ് കംപ്ലീറ്റ് മാനുങ്ങ, പരിപൂർണ വ്യക്തിത്വമുള്ള ആൾമാർ, എല്ലാ ഗുണങ്ങളും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ വിട്ട പിന്നെ വേറെ ആർക്കും അങ്ങനത്തെ പരിപൂർണ വ്യക്തിത്വം ചൊല്ലൂ സാധ്യമില്ല. എന്തെങ്കിലും ഒരു ചെറിയ തപ്പെല്ലാം മനുഷ്യരെല്ലാം ഉണ്ടാവിടും. അപ്പോൾ ചെറിയ തപ്പ് ഉണ്ടാകുമ്പോൾ അതേ തപ്പിനെ പിടിച്ചിട്ട് അതിനെ വലിയ ആക്കിയിട്ട് റാദ്ധാന്താക്കിയിട്ട് ഗുൽമാലാക്കിയിട്ട് റംപാട്ടാക്കിടെ ഒരു സ്വഭാവം ഒരിക്കലും ആണിങ്ങളിൽ ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ചും പെണ്ണിങ്ങ ചെല്ലുമ്പോൾ അങ്ങനെ ഒരിക്കലും ആണിങ്ങളെ പോലെ അല്ലല്ലേ. എല്ലാ വിഷയത്തിലും അങ്ങനെ എത്രമാ നല്ല ഗുണങ്ങളുണ്ട്. അതുപോലെ ചെറിയ ഒരു വാല സ്വഭാവം ഇക്കിട് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്തൗസു പിന്നെ ബിന്നിസാ ഖൈറൻ. പെണ്ണുങ്ങളുടെ നല്ല നിലക്കുള്ള ഒരു സ്വഭാവം നിങ്ങൾ പെരുമാറുള്ളൂ. എന്നിട്ട് മയമായ നിലക്കുള്ള പെരുമാറ്റവും നല്ല അഴകായ പെരുമാറ്റവും, അൽ മുജാമിലത്തു അൽ മുലായിനത്തു, നല്ല മയമായ അഴകായ പെരുമാറ്റം നിങ്ങൾ പെരുമാറും. ഫൈനൽ മർഅത ഖുലിഖത് മിൻ ളിലൈൻ. പെണ്ണുങ്ങളെ സൃഷ്ടിക്കപ്പെട്ടതേ അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യയിൽ കൊണ്ടായിട്ടിട്ട് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ഭാര്യയിൽ ചിലത് മനുഷ്യർ നെഞ്ഞിലെ കൂടും, ആ കൂടിൻ്റെ മുള്ള് ആയിട്ടിട്ട് സൃഷ്ടിച്ചത്. അപ്പോൾ നെഞ്ഞിലെ കൂടിൻ്റെ മുള്ള് ചിലത്തിൽ വാര ഉണ്ടത്, ആ വാര സ്വഭാവം പെണ്ണുങ്ങളിലും ഉണ്ടാവിടും. അപ്പോൾ എൻ്റെ പെണ്ണി ഉണ്ടാവുന്നതായ തപ്പടെ അതിനുമേ വലിയ വിഷയക്കൊണ്ടില്ല. എല്ലാ പെണ്ണുങ്ങളിലും അങ്ങനത്തെ ഒരു സ്വഭാവം ഇക്കടി. അപ്പോൾ അങ്ങനത്തെ സ്വഭാവം ഇന്നെങ്കിലും അതിനായിട്ട് എത്രമാ നല്ല സ്വഭാവം ഇക്കട്. ഇങ്ങനത്തെ ചെറിയ തപ്പടെ പിടിച്ചിട്ട് വലിയാക്കിയിട്ട് അത് ലാസ്റ്റ് ഇവിടമായി എത്തിപ്പാട്ടത് സമല്ല. അപ്പോൾ ഒരു പെണ്ണിൽ എന്തെങ്കിലും ഒരു ബടക്ക് സ്വഭാവം കണ്ടെങ്കിലും അതിനായിട്ട് കുറേ നല്ല ഗുണം അങ്ങനെയുണ്ട്. അങ്ങനെ ശാരീരികമായ ഒരു പിന്നെ ആ മൈക്കട്ട് എത്ര കോമലത്തെ ഉണ്ട്, അതേപോലെ മനസ്സും അങ്ങനെ കോമലത്തായിട്ട് പെണ്ണ് ചൊല്ലുമ്പോൾ അവളൊരു കാരുണ്യത്തെ തിരുമൂർത്തിൻ്റെ പിർസ അതിലെല്ലാം പെണ്ണുങ്ങളെ ഞങ്ങൾ കാണാനില്ലാണ്ട് പിന്നെ അങ്ങനെയുള്ളതായ പ്രവർത്തന മൂലമൊക്കെ ഉണ്ടാവുന്ന തപ്പല്ല യഥാർത്ഥത്തിലുള്ള പെണ്ണിൻ്റെ മനസ്സ് ഉള്ളത് അതൊരു വിശാല മനസ്സായിട്ട് അതിൽ പിർസങ്ങ അള്ളാഹു നിറച്ച് കൊടുത്തറ, കാരുണ്യങ്ങ നിറച്ച് കൊടുത്തറ. ഒരിക്കലും ആ വിഷയത്തിൽ ആണിങ്ങ നിലക്കും പെണ്ണുങ്ങളുടെ ടാലിയാക്കോ സാധ്യമാവില്ല. ചെറുപ്പത്തിൽ ഉമ്മ അബ്ബടെ ചെറിയ പിന്നെ പിർസത്തെ മോലായിട്ട് അവൾ വന്നാൽ, പിന്നെ മങ്ങിലായിട്ട് മാപ്പിലെ പിർസത്തെ പെഞ്ഞയായാൽ, അതിൽ പിന്നെ ഓരോന്നും പിറകു തുടങ്ങിയാൽ, അപ്പോൾ അതെല്ലാം അവർ വലിയ ത്യാഗം പരിശ്രമെല്ലാം പെട്ടിട്ട് മക്കളെ വളർത്താറ്. പിന്നെ ആ മക്കു പിർസത്തെ ഉമ്മായിട്ട് മരിക്കത്തോല് ജീവിക്കാറ്. അപ്പോൾ പിർസമേ പെണ്ണിടെ ഒരു മൂലായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ പിർസത്തെ ഒരു പുത്തരിയായ പെണ്ണിടെ കണക്കിനാട്ടിയാളെ ദൗർജന്യമാക്കട, അങ്ങനെ ആ പെണ്ണിടെ അറ്റാക്ക് ആക്കടെ, മാനസികമായിട്ട് ഹിംസ കൊടുക്കടെ, ടോർച്ചർ കൊടുക്കടെ ഒരിക്കലും ഏലികാവല്ല. പെണ്ണിൻ്റെ മനസ്സെ അർത്ഥാക്കി ജീവിക്കണമെന്നായിട്ട് യഥാർത്ഥ നല്ല ഭർത്താവ്. അപ്പോൾ അവളുടെ തപ്പ് ഉണ്ടാകുമ്പോൾ വേറെ നിലക്ക് അവളിൽ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നീ എന്താണോ തൃപ്തിപ്പെടണോണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും. ഇനി ഒരു പെണ്ണിൽ
എന്തായില്ലേ തീരെ സമാവാത്ത ഒരവസ്ഥ ഉണ്ടായെങ്കിൽ പെണ്ണിൻ്റെ സ്വഭാവം അത് വാറായിട്ടുണ്ട്, അത് നേരാകൂ സാധ്യമേ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജസ്റ്റ് അങ്ങനെ ദൂറാക്കുന്ന അവത്ത് ഭർത്തിരണ്ടല്ല ഒട്ടേ കിടക്കൂ എന്താക്കണ്ടാവുള്ളൂ, അവകാശം കൊടുക്കണ്ട. ഇനി അതിലും ഒരു ബഗ്ഗിലുണ്ടായെങ്കിൽ ചെറിയൊരു അടിക്കൊരു ഗൈറ മുബർറഹിൻ, ഒരു അടി അങ്ങനത്തെ അടിയാവണം, അതിൽ ഗായാവോ തീര ഉൽഗത്ത് ഗായാവോ തീര ഭർത്തിരൊരു ഗായ അങ്ങനത്തെ ഒരു ചെറിയൊരു പണിഷ്മെൻ്റ് എല്ലാം കൊടുക്കൊരു വേണമെങ്കിൽ. അല്ലാണ്ട് ആ പെണ്ണിടെ എന്താക്കടേ ഉത്തര ഭർത്തിട്ടെ അല്ലെങ്കിൽ തൊലാക്കിടേക്ക് എത്തുപാട്ടെ അങ്ങനത്തെല്ലാം ആക്കോ തീര. അതെല്ലാം ഒരു നല്ല മുസ്ലിമായ മനുഷ്യരെ ഒരു ലക്ഷണമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നമേ അങ്ങനല്ലേ, എന്തിനെ ഖൈറുക്കും ഖൈറുല്ലി അഹ്ലി അന ഖൈറുല്ലി അഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ അവൻ ഭർത്താവ് അഥവാ ഒരാണ് ഞാൻ നല്ലവണ്ണം ചൊല്ലുക അവനക്ക് അർഹത്തെ എപ്പോൾ അവൻ്റെ പെഞ്ഞ എൻ്റെ ഭർത്താവ് നല്ലേന്ന് ചൊല്ലിട്ട് അവൾ ഹെമ്മപ്പെട്ട ആൾ അവിടുത്തോളം നീ നല്ലാവോ സാധ്യമല്ല. ഇന്ന് ലോകമേ നീ നല്ല മനുഷ്യനായിട്ട് ചെന്നെങ്കിലും നിൻ്റെ പെഞ്ഞയ്ക്ക് ഫസ്റ്റ് നീ നല്ല മനുഷ്യമാവണോ. അന ഖൈറുല്ലി അഹ്ലി, ഞാൻ എൻ്റെ പെഞ്ഞയന്മാർക്ക് ഏറ്റവും ഹൈറായ ആളായിട്ടിരിക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹെമ്മയിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ വലിയ ഹെമ്മ ഞങ്ങളെ പെഞ്ഞായിമാർ ഞങ്ങളെ ഇഷ്ടപ്പെട്ട ചിലതായിട്ടിരിക്കരുത്. അല്ലാണ്ട് ലോകത്തങ്ങളെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ പെഞ്ഞായി ഞങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആ സ്ഥാനത്ത് ഇഷ്ടപ്പെട്ട സ്ഥാനത്ത് ഒരിക്കലും ഞങ്ങൾ അർഹത്തെ ഉള്ളങ്ങ ആകൂ സാധ്യമല്ല. അതുകൊണ്ട് പെഞ്ഞായിമാരുടെ നല്ല നിലക്ക് പെരുമാറങ്ങനെ നല്ല മനുഷ്യന്മാർക്കിട്ട് ഈ മുലക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പരിപാടിത്തണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല ബർക്കത്തും ഖൈറും ചൊരിച്ചു തരുമാറാകട്ടെ. നാളെ പെണ്ണുങ്ങളെല്ലാം അല്ലാഹു സാലിഹാത്തിൽ പെടുത്തുന്ന അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി